ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ നാളെ നമുക്ക് കഞ്ഞിസദ്യ ഉണ്ടല്ലോ, അതിന് വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ കായംകുളം മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ സാധനങ്ങളൊക്കെ മേടിക്കാറ്. ചേട്ടനാണെങ്കിൽ ഇവിടെ നിന്നാണ് കേട്ടോ പച്ചക്കറി സാധനങ്ങളൊക്കെ എടുക്കാറ്. അങ്ങനെ ഇവിടെ തന്നെ ഞങ്ങൾ വന്നു. തലേന്നാണെന്നുണ്ടെങ്കിൽ അവർ പച്ചക്കറിയുടെ ലിസ്റ്റൊക്കെ ഇട്ട് തന്നായിരുന്നു കേട്ടോ പാചകക്കാർ. അങ്ങനെ അതിനനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മുടെ മുത്താരമ്മങ്കോവിലിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ജ്യൂസ് കട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ മുക്കവലയിൽ തന്നെ ഒരു പലചരക്ക് കടയുണ്ട്, ഇവിടെ നിന്നാണ് കേട്ടോ ചേട്ടൻ സാധനങ്ങളൊക്കെ മേടിക്കാറ് നമ്മുടെ കടയിലേക്കുള്ളത്. അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുറച്ച് മേടിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ വന്നത് ചെട്ടുകുളങ്ങര അമ്പലത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഇവിടെ ഒരു അങ്ങാടിക്കടയിൽ കയറിയിട്ട് ഞങ്ങൾ ഇരുമുടിക്കെട്ടിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പം വീട്ടിലേക്ക് വരുന്ന വഴിയിൽ നമ്മുടെ ഇവിടെ 1-ാം വാർഡാണ് കേട്ടോ. ഇവിടെ നമ്മൾ LDF ആണ് കേട്ടോ ജയിച്ചത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അനിയനാണെങ്കിൽ ലോഡും കാര്യങ്ങളെല്ലാം ഇറക്കി. അപ്പോൾ ചേട്ടനാണെങ്കിൽ കഞ്ഞിയാണെങ്കിൽ നമ്മളെല്ലാവരെയും വിളിച്ചായിരുന്നു കേട്ടോ കഞ്ഞിക്ക്. പക്ഷേ കുറച്ച് പേരെയും കൂടെ വിളിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ കഞ്ഞി വിളിക്കാനായിട്ട് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതുവരെയാണ് കേട്ടോ പാചകമൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കഞ്ഞിക്ക് വേണ്ട പാത്രങ്ങളും ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ അവരാണെങ്കിൽ അവിടെ ഇരുന്ന് മാങ്ങയും പിന്നെ അതേപോലെ കടുമാങ്ങ ഇടാനുള്ള മാങ്ങയും പിന്നെ അതേപോലെ കപ്പ അതെല്ലാം അരിയാണ് കേട്ടോ. ഇവിടെ രണ്ട് പേരാണെങ്കിൽ ഇവിടെ നാളത്തേക്ക് നമുക്ക് കഞ്ഞിക്ക് വേണ്ട അടുപ്പും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കുവാണ് കേട്ടോ അവർ. പിന്നെ അതേപോലെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ചേട്ടനും അനിയനും കൂടെ നമ്മൾ മുറ്റത്ത് വെച്ചിട്ടാണ് കേട്ടോ കഞ്ഞി കൊടുക്കുന്നത്. ടേബിളും കസേരയും ഉണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടാർപ്പയും കാര്യങ്ങളൊക്കെ കെട്ടുവാണ് കേട്ടോ അവർ. അത് കഴിഞ്ഞ് ഇവിടെ അറഞ്ചം പുറഞ്ചം അരിയലാണ് കേട്ടോ. അമ്മയും നമ്മുടെ സുജയ്ക്കയും പിന്നെ അപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ അനിയനാണെന്നുണ്ടെങ്കിൽ കുരുത്തോലയൊക്കെ കെട്ടുകയാണ് കേട്ടോ. നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ഇരുമുടി കെട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടെല്ലാം സെറ്റാക്കുവാണ് കേട്ടോ കുരുത്തോല വെച്ചിട്ട്. എൻ്റെ ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു, ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണോ എന്ന് ചോദിച്ചിട്ട്. അതെ, ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ് കേട്ടോ. അങ്ങനെ ഇവിടെ വെച്ചാണ് കെട്ട് നിറയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇപ്പം ഞാൻ രാത്രി ആയതുകൊണ്ട് വലിയ ഭംഗിയൊന്നും കാണത്തില്ല. രാവിലെ എന്തായാലും ഞാൻ എടുത്തിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.